ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എപ്പോഴും പറയുന്ന തൊട്ട് നിങ്ങൾക്കും എനിക്കും ഇഷ്ടമുള്ള ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് നാട്ടിൽ. അപ്പം പുള്ളിക്കാർക്ക് കുറച്ച് വീട്ടിലേക്കുള്ള പുതിയ സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിനായിട്ടല്ല പോയത് കേട്ടോ. ഇന്ന് ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കണം. അപ്പം പിന്നെ പുള്ളിക്കാരി അത് വീഡിയോസൊക്കെ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് പറയും. ഇപ്പം ഒരു 1 വീക്ക് 2 വീക്സിനുള്ളിൽ ഹസ്ബൻഡ് പോവും നാട്ടിൽ. അപ്പോൾ അങ്ങനെ കൊടുത്തു വിടാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച അന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ ഒരു വീഡിയോ യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ വീഡിയോസ് എടുത്ത് പുള്ളിക്കാരിക്ക് അയച്ചു കൊടുക്കാൻ എടുത്ത വീഡിയോ ഞാനെങ്കിൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ടു സപ്പോർട്ട് മൈ ചാനൽ. കുറച്ച് സാധനങ്ങളൊക്കെ ഐക്കിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുന്ന് വാങ്ങിക്കാനാണ്, ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിക്കാനാണ്. കുറേ കളക്ഷൻസ് ഉണ്ട്. അതും ഡിന്നർ സെറ്റൊക്കെ നല്ല അടിപൊളി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാമെന്ന്. അപ്പം അവൾക്ക് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്കിഷ്ടമുള്ളത് എടുക്കാൻ. എന്നിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ വീഡിയോസ് ഫുൾ എടുത്തിട്ടൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെ സെലക്ട് ചെയ്യാമല്ലോ. ഈ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നോക്കി 374 ദിറംസ് ആണ്. 32 പീസ് വരുന്ന ഡിന്നർ സെറ്റാണ് കേട്ടോ. ഫ്ലോറൽ പ്രിൻറ്റ്സ് അടിപൊളിയാണ് ഇവിടെ ഹോം സെൻറ്ററിൻ്റെ. ഇതൊക്കെ ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്നതാണ്. ഈ ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. അതും ഈ വീഡിയോയിനകത്ത് കാണുന്നതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. അപ്പോൾ അവരുടെ ഒരു വൈറ്റ് തീമിലുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഹോം സെൻറ്ററിൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, അവിടെ നമുക്ക് സെറ്റായിട്ടും വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓരോന്നിനും ഓരോ പീസസ് ആയിട്ടും അവിടെ നിന്ന് എടുക്കാം. ഇതൊക്കെ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി നേരത്തെ കാണിച്ചതിനേക്കാൾ കുറച്ചും കൂടെ പൈസ കുറവാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കേട്ടോ. ഇതൊക്കെ കുറച്ച് ഒരു എക്സ്പെൻസീവ് സൈഡാണ്. പിന്നെ നമുക്ക് സെയിം ടൈപ്പിൽ ഈ കുക്കീസിൻ്റെയും റൈസിൻ്റെയും ഫ്ലോറിൻ്റെയും അതുപോലെ തന്നെ ടീ, ഷുഗർ, കോഫി അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു ടൈപ്പൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഈ 2 കോഫിയുടെ കപ്പ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ കോഫിയൊന്നും അതിനകത്ത് കുടിക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു സെയിം ടൈപ്പിലുള്ള കുറേ കളക്ഷൻസ് ഈ ഒരു ഇതിനകത്ത് ഇവർക്കുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതുപോലെ പീസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഓരോ കപ്പ് ഇല്ലെങ്കിൽ ഓരോ പ്ലേറ്റ്സ് ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഈ ഒരു ബ്ലൂ കളർ, ഇതിനകത്ത് റെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. റെഡ്, ഗ്രീന്, പിന്നെ ഈ ഒരു ബ്ലൂ ആണോ പേർപ്പിളാണോ തോന്നുന്നു. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു കപ്പൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. നേരത്തെ കാണിച്ച ഫ്ലോറൽ പ്രിൻസിനൊക്കെ വരുന്നത് ഡിന്നർ സെറ്റിനൊക്കെ വരുന്നത്, പക്ഷേ 32 പീസിനൊക്കെ വരുന്നത് ഇതുപോലെ 300 ദിറംസ്, 400, 500 ആ ഒരു റേഞ്ചാണ്. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സെറ്റ്സ് ആണ്. ഇതൊക്കെ ഞാനിപ്പം കാണിക്കുന്നതൊക്കെ 12 പീസ് സെറ്റിന് 99 ദിറംസ്, 89 ദിറംസ്, 59 ദിറംസ് അങ്ങനെയൊക്കെ വരുന്നതാണ്. ഇതൊക്കെ 69, 179. ഇതൊക്കെ കുറച്ചും കൂടെ അഫോർഡബിൾ റേറ്റ്സിൽ ഉള്ള പ്ലേറ്റ്സ് ആണ്. നേരത്തെ കാണിച്ച ഫ്ലോറൽ പ്രിൻസിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അതുപോലത്തെ ഒരു അഫോർഡബിൾ റേറ്റിലുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ അത്രയും ഭംഗിയൊന്നും ഞാൻ പറയുന്നില്ല. 230 ദിറംസ് 200 റേഞ്ചിലാണ് വരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. പ്ലേറ്റ് അല്ല, ഈ ഒരു കളർ, എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടുകൂടി ആയിരിക്കും ഇതെനിക്ക് ഭയങ്കര. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് എടുക്കാം. ഒരു പ്ലേറ്റിന് വരുന്ന 18 ദിറംസ് ആണ്. നല്ല അത്യാവശ്യം നല്ല വെയിറ്റും അതിൻ്റെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ജാറും ഗ്ലാസും ബൗളും ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ അവർക്ക് ഓഫറുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഹോം സെൻറ്റർ വിസിറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, അവിടെ 365 ഡേയ്സും 30 to 70% ഓഫാണ്. ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും അവിടെ 70% വരെ ഓഫാണ് എല്ലാ ഡേയ്സിലും. പിന്നെ എപ്പോഴും ഈ 3 days സെയിൽ, ദുബായ് ഫെസ്റ്റിവൽ, ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഒക്കെ സെയിൽ വന്നായിരുന്നല്ലോ. ആ സമയത്തൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ സെയിം പ്രൈസൊക്കെ തന്നെയാണ് അവർ അപ്പോഴും കൊടുത്തിരുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു 3-4 ഐറ്റംസിന് ഇങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ കയറി ചെല്ലുന്ന സൈഡിൽ തന്നെ ഷെൽഫിൽ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു മോർ ദാൻ 10 ഐറ്റംസ് ഒന്നും കാണത്തില്ല. അതിന് ഒരു
90% ഓഫ് വരെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ഫുൾ ടൈം ഈ ഹോം സെൻറ്ററിൽ 70% ഓഫ് തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഈ പ്രൈസസ് ഒക്കെ തന്നെയാണ്, കാരണം ഞാൻ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ ടേബിൾ റണ്ണേഴ്സ്, ടേബിൾ ക്ലോത്ത്സ് ഒക്കെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഗ്ലാസ് ഐറ്റംസിൻ്റെ സൈഡിലോട്ടാണ് പോയത്. അപ്പം അവൾക്ക് അങ്ങനെ ഗ്ലാസ് ഐറ്റംസ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് എനിക്ക് യൂണീക്കായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള ഷോ പീസായിട്ടൊക്കെ വെക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം അത് എന്തുമായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ യൂട്യൂബിലും കൂടി ഇടാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റേ പ്ലേറ്റ്സിൻ്റെ എടുത്ത പോലെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതിനകത്തും സെയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ജാറിനൊക്കെ 3 dirhams വരുന്നുള്ളൂ. എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഇതുപോലത്തെ ഒരു കപ്പ് ആൻഡ് സോസർ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതല്ല, കളർ എന്ന് പറയുമ്പോഴത്തേക്കും മിക്സ്ഡ് കളറായിട്ടാണ് വരുന്നത്. അതുപോലെ ഇതും ഈ ഒരു കപ്പും എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 11 dirhams ആണ്. അതുപോലെ അവർക്ക് നല്ല ഫ്ലോറൽ പ്രിൻസിൻ്റെ കപ്പൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇവരുടെ ഈ ടീ സെറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. 13 പീസിൻ്റെ ടീ സെറ്റാണ്. 51 dirhams ആണ് വരുന്നത്. 2 കളറിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ കുറേ ബേക്കിങ്ങിൻ്റെ സാധനങ്ങളും ഒക്കെയാണ്. അതൊന്നും അവൾ വേണമെന്ന് പറഞ്ഞില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതിൻ്റെ കൂടെ എടുത്തതേ ഉള്ളൂ. അതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുമില്ല. പിന്നെ പിന്നെ എൻ്റെ ഈ ടേബിളിൽ ഞാൻ ഈ ഒരു ബ്രെഡ് ബാസ്ക്കറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടോ. നല്ല സാധനമാണ് കേട്ടോ. ഇത് ഞാൻ ധനൂബിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഹോം സെൻറ്ററിൽ നിന്നല്ല വാങ്ങിച്ചത്, ഞാൻ ധനൂബിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓൾമോസ്റ്റ് സെയിം പ്രൈസാണ്. പിന്നെ ഇതൊക്കെ ഈ ടീയും ഷുഗറും കോഫിയൊക്കെ ഇട്ട് വെക്കുന്ന ഓരോരോ കണ്ടെയ്നേഴ്സാണ്. സെയിം ബ്ലാക്കിലും വൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ഈ കാസറോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാസറോളാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. 250 dirhams ആയിരുന്നു, ഇപ്പോൾ 174 dirhams ആണ്. വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ ഞാനങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ വെറുതെ പൈസ കളയണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത്. പിന്നെ ഇതുപോലത്തെ പ്ലേറ്റ്സും ബൗളും സെക്ഷനും ഉണ്ട്. ഇതിന് ഒക്കെ വരുന്നത് 9 dirhams ആണ്. ഈ സെയിം പ്ലേറ്റ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. 4 dirhams വരുന്നുള്ളൂ. നല്ലൊരു പ്ലേറ്റാണ്. ജസ്റ്റ് ഈ ടീൻ്റെ സ്നാക്സ് ഒക്കെ കൊടുക്കാനൊക്കെ പറ്റിയ പ്ലേറ്റ്സ്. അതിൻ്റെ വലുതും ചെറുതും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച കാസറോളിൻ്റെ ഒക്കെ കുറച്ചും കൂടെ അഫോർഡബിൾ റേറ്റ്സിലുള്ളതാണ് കേട്ടോ. ഇതൊക്കെ 49 dirhams 50 dirhams ഒക്കെ ഉള്ളൂ. പക്ഷെ മറ്റേതാണ് എനിക്കിഷ്ടം. പിന്നെ ഇതൊക്കെ ഈ സോസ് സെർവിങ് ബൗളും ട്രേയും സെറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഒരേ കളേഴ്സിലും ഒരേ ഡിസൈൻസിലും ഒക്കെ. പിന്നെ ഞാൻ കാണിച്ചതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ് കേട്ടോ. ഈ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഈ ഒരു സെറ്റൊക്കെ. അതും ഈ ജാറും ഈ 4 കപ്പും ഒക്കെ വരുന്നത് 129 dirhams ആണ്. ഇപ്പം 90 dirhamsനാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഈ ബൗളും അതുപോലെ തന്നെ ഈ ടീയും കോഫിയും ഒക്കെ വെക്കാൻ പറ്റിയ ഈ ബോട്ടിൽസും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കപ്പും സോസറും ഒക്കെ നോക്കി എന്ത് ഭംഗിയാണെന്നറിയാവോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതും ആ കളേഴ്സും ആ കളർ കോമ്പിനേഷൻസും ഒക്കെ ഭംഗിയാണ്. പക്ഷേ കുറച്ച് റേറ്റാണ്, കുറച്ച് പ്രൈസിയാണ്. പിന്നെ ഇതിനകത്ത് ചിലത് തന്നെ കുറച്ച് കുറവുള്ളതുണ്ട്. ഇതിനൊക്കെ 9 dirhams ആണ്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസിയാണ്. എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്ന ഒരു വുഡൻ സ്ക്വയർ ട്രേ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അന്ന് അതിന് ഐ തിങ്ക് 69 dirhams 89 dirhams ഒക്കെയാണ്. ഇതുപോലെ താഴെ ഇരിക്കുന്ന കൂട്ടത്ത് ഉള്ളിൽ പ്രിൻറ്റ് വരുന്ന അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഓണിയൻസ് അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും സ്പൈസസ് ഒക്കെ വെച്ച് പ്ലേസ് ചെയ്യാനും ഒക്കെ നമുക്ക് എക്സ്ട്രാ ഒരു ഷെൽഫോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബാസ്ക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അതും നല്ല റേറ്റ്സ് ഒക്കെ ഉള്ളൂ. നല്ല റേറ്റിലാണ് കൊടുക്കുന്നത്. 50 dirhams ഒക്കെ 50 dirhams 20 dirhams ആ ഒരു റേഞ്ചിൽ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവരുടെ കുക്ക് വെയർ സെറ്റ് എനിക്ക് ഭയങ്കര കളക്ഷൻസ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ.
അതൊക്കെ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ യെല്ലോ എനിക്കിഷ്ടപ്പെട്ട്. 3 സെറ്റിന് വരുന്നത് 186 dirhams ആണ്. 249 dirhams ആയിരുന്നു നേരത്തെ, ഇപ്പോൾ വരുന്നത് 186 dirhams ആണ്. അപ്പം ഇവിടുത്തെ കുക്ക് വെയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണേ, അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ സ്പൂണും സ്പാച്ചുലാസും ഒക്കെ ഇടുന്ന ചെറിയ ചെറിയ ബോക്സസും, അതുപോലെ തന്നെ ഓയിൽ കണ്ടെയ്നേഴ്സും, ഇതുപോലെ സ്പ്രേ പോലെ അടിക്കാൻ പറ്റുന്ന ഓയിലിൻ്റെ ബോട്ടിൽസും, അതുപോലെ തന്നെ സ്പൈസസിൻ്റെ കുറേ സെറ്റ് വരുന്നതും. സ്പൈസസിൻ്റെ ഈ സെറ്റ് പോലത്തത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 59 dirhams ആണ് വരുന്നത്. 17 കുട്ടി ജാറുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ 4 piece സെറ്റ്, 3 piece സെറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. പിന്നെ എനിക്ക് ഈ കുക്കീസിൻ്റെയും ടീൻ്റെയും ഈ ഷുഗറിൻ്റെ ഒക്കെ ഈ ബോട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രത്യേക രീതിയിലാണ് അവർ ആ ടീ എന്നുള്ളത് പ്ലേസ് ചെയ്തേക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. മറ്റേതൊക്കെ അതിനകത്ത് തന്നെ അവർ എഴുതിയേക്കുമായിരിക്കുമല്ലോ, ഇത് ജസ്റ്റ് ഒരു കയറിനകത്ത് കെട്ടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ വേറെ അഫോർഡബിൾ റേറ്റ്സിലുള്ള കുറേ ടീ കോഫി കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ ബാസ്ക്കറ്റ്സ്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റ്സ് ഒക്കെ ചിലതൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത് ഇതിനകത്താണ്. ഞാൻ ആ ചട്ടിയോടെ ഞാൻ ഇതിനകത്ത് ഇറക്കി വെക്കും. അപ്പം എന്നിട്ടത് ഷെൽഫിലോ ഇല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും. അവൾക്ക് ജസ്റ്റ് ഈ കിച്ചണിലേക്കുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഡെക്കോർ പീസസും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അയക്കാനാണ് പറഞ്ഞത്. വേറെ ഒന്നും അങ്ങനെ വേണം എന്നില്ലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വീഡിയോ എടുത്തതേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഇവരുടെ ലാമ്പ് കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐക്കിൽ ഞാൻ ഇത്ര ലാമ്പ് കളക്ഷൻസ്, എനിക്ക് അവിടുത്തെ ലാമ്പ് കളക്ഷൻസ് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു ലാമ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വന്ന് നോക്കും ഇതിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഈ 559 600 dirhamsൻ്റെത് 449 എപ്പോഴും കുറേ നാളായിട്ട് ഈ സെയിം പ്രൈസ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ കംഫർട്ടും ബെഡ്ഷീറ്റ്സും വേണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക്, വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി കുറേ സെക്ഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ ഹോം സെൻറ്ററിൽ. അവിടെ കാർപ്പറ്റ്സും അതും ഇതൊക്കെ, അതൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഇവരുടെ ഈ മിററും ഇഷ്ടപ്പെട്ടു കേട്ടോ. മിറേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. എസ്പെഷ്യലി ഞാൻ ഐക്കിയെന്നൊരു മിറർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ എൻ്റെ ഹോളിൽ വെച്ചേക്കുന്ന. അതുപോലത്തെ കുറേ ഡിസൈൻസിലുള്ള കുറേ മിറേഴ്സ് ഞാൻ ഇവിടെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്നൊന്നും വാങ്ങിക്കുന്നില്ല. ഇന്ന് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ട് പിന്നെ അവിടുന്ന് കൺഫർമേഷൻ കഴിഞ്ഞിട്ടേ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ ഒരു ബോട്ടിൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ ആ ബോട്ടിൽ വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് കാരിഫോറിൽ പോയി കുറച്ച് ഗ്രോസറി കൂടെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അവിടെ പോയി അതെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി. ഞാൻ ഈ കാരിഫോറിൽ നിന്നാണ് ഈ നട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ ബെറീസ് അങ്ങനെയുള്ള സാധനങ്ങൾ കാരിഫോറിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ബാക്കിയുള്ള ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും ഞാൻ അങ്ങനെ ഇവിടുന്ന് ചെയ്യാറില്ല. മെയിനായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ വന്നപ്പോഴത്തേക്ക് കൊഞ്ചിന് കുറച്ച് പൈസ കുറവായിരുന്നു, അപ്പം ഞാൻ അതും കൂടി അവിടെ നിന്ന് എടുത്തു. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു മിൻറ്റിൻ്റെ പ്ലാന്റും എടുത്തു കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.